ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വിജയലക്ഷ്മിനെയും ഗീതുവിനെയാണ്. അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോട് പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നെ കളിയാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം ആ പഴയ പാട്ടുകാരി അമ്മേനെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇപ്പോൾ ആ പഴയ സ്നേഹമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു, മോളെ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. വിത്തുകൾ മുള പൊട്ടാത്ത ഒരു വരണ്ട പാടവില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ മനസ്സ്. അവിടെ ഒരു കുളിർമഴ പെയ്ച്ച് അവിടെ എന്താ പറയുക, എൻ്റെ ഉള്ളിൽ എന്നെ തന്നെ പുറത്തെടുത്തത് അത് മോളല്ലേ. പക്ഷേ ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലിപ്പോൾ ഒരു ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് എന്താണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല മോളോട്. അതുകൊണ്ട് മോളെന്നോടത് ചോദിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മയുടെ രഹസ്യങ്ങൾ ചിലത് ഞാൻ അറിഞ്ഞതാ ഈ ബ്ലോക്കിനൊക്കെ കാരണം. അതല്ലേ ശരി. ബാക്കി കൂടി അറിഞ്ഞാൽ അമ്മ എന്നെ വെറുക്കുമെന്ന് കൂടി എനിക്ക് പേടിയുണ്ട്. അല്ല, ഇനി അമ്മേനെ ഞാൻ വെറുക്കുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ടോ? ഹേയ്, ഒരിക്കലും ആ ഒരു പേടിയില്ല. നീ എന്നെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ, അതാ എൻ്റെ പേടി, അത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാതെ തന്നെ നീ എല്ലാ സത്യങ്ങളും കണ്ടെത്തണം. അങ്ങനെയാണ് നീ കണ്ടെത്തേണ്ടത്. ഓഫ്, എൻ്റെ അമ്മോ, ഇതൊരു വല്ലാത്ത സ്ത്രീയായി പോയല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പ്രശ്നങ്ങളുടെ രാജകുമാരിയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ പ്രശ്നങ്ങളുടെ മഹാറാണിയാ. അതെ, ഞാൻ റാണിയൊന്നുമല്ല, ഞാൻ രാജാവിൻ്റെ അമ്മ. ഓ, നമിച്ചു. സംഗീതത്തിൽ മാത്രമല്ല, വാചകവടിയിൽ നിങ്ങളെ PhD. ഇത് വാചകവടി അല്ല മോളെ. അമ്മയാണ് രഹസ്യങ്ങളുടെ രാജാവിൻ്റെ അമ്മ. പക്ഷേ അമ്മയും രഞ്ജുവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നുവെന്നും അതുപോലെ അത് തീരുമ്പം ഞാൻ എല്ലാം അറിയുമെന്നും എന്നോടെല്ലാം പറയുമെന്നല്ല പറഞ്ഞേക്കുന്നത്. അത് മറന്നില്ലല്ലോ. ഹേയ്, ഇല്ലില്ല, ഒരിക്കലും മറന്നിട്ടില്ല. എൻ്റെ സംഗീതത്തിൽ തൊട്ടാ ഞാൻ സത്യം ചെയ്തത്. അതുകൊണ്ട് എങ്കിലും പറയാനുള്ളതൊക്കെ അത് ഞാൻ പറഞ്ഞോളാം. രഞ്ജുവിന് എന്നോടുള്ള നീരസം മാറാൻ ഒരു സാധ്യതയും കാണുന്നില്ല മോളെ. അതിന് യാതൊരു സാധ്യതയുമില്ല. അല്ല, അമ്മയുടെ രഹസ്യം കണ്ടെത്താത്തത് കൊണ്ട് ഒരു കഴിവില്ലാത്തവളാണ് ഞാൻ നമ്മ കരുതരുത്. ചിലതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് അമ്മയും രഞ്ജുവും തമ്മിലുള്ള ഒത്തുചേരൽ. അത് ഈ ഗീതു സാധിച്ചിരിക്കും. അത് ഗീതു സാധിച്ചു തരും. ഏതായാലും നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ രാജാവിൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. വിജയലക്ഷ്മി ഏതായാലും എന്തൊക്കെയോ ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും പുള്ളിക്കാരിക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ അറയ്ക്കൽ തറവാട് തന്നെയാണ്. ഏതായാലും അറയ്ക്കൽ തറവാട്ടിലേക്ക് നമ്മുടെ ഗീതു കയറി ചെല്ലുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിപ്പോയതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ രാധികാമ്മയെല്ലാം അട്ടിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സമയത്ത് നമ്മുടെ രേഖ ഇറങ്ങി വരികയാണ് കേട്ടോ. രേഖയും വരുന്നുണ്ട്, കാഞ്ചനയും വരുന്നുണ്ട് നമ്മുടെ ഗീതുവിനെ കണ്ടിട്ട്. ഏതായാലും ഗീതുവിൻ്റെ നിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേഖയ്ക്കും കാഞ്ചനയ്ക്കും എന്തോ പന്തികേട് തോന്നി. അങ്ങനെ നമ്മുടെ രേഖ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഗീതു ഗസ്റ്റ് ഹൗസ് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, അതറിയാനാണ് നിന്നോട് ചോദിച്ചത്. വരുണേട്ടൻ ഇപ്പം ഫോൺ വിളിച്ചിരുന്നു. എൻ്റെ വരുണേട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അത് പിന്നെ അവിടെ വെച്ച് എല്ലാ പ്രശ്നങ്ങളും. അല്ല, എന്ത് പ്രശ്നങ്ങളാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗീതു. അപ്പോഴത്തേക്കും കാഞ്ചന പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, മാമൻ റൂമിൽ കയറി വാതിലടച്ചു. എന്താ ഗീതു സംഭവിച്ചതെന്ന് പറയാൻ നമ്മുടെ രേഖ പറഞ്ഞു. അത് പിന്നെ രേഖയെ നമ്മുടെ വരുണേട്ടൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കയ്യോടെ പിടികൂടി വരുണേട്ടനെ. അതുകൊണ്ടായിരിക്കാം വരുണേട്ടൻ ഇങ്ങോട്ട് വരാത്തത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചന പറഞ്ഞു, ഓഹോ, എന്നാ പിന്നെ പറയുകയേ വേണ്ട. ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കോ, പെട്ടി എടുത്ത് വിട്ടോ. ഇനി ഞാനും മാമനും അതുപോലെ എന്താ പറയുക രാധികാമ്മയും ഒക്കെ മാത്രം ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ എൻ്റെ പൊന്ന് കാഞ്ചനെ? കാഞ്ചനയ്ക്ക് ഇപ്പം എന്താ പ്രശ്നം? ഇവിടുന്ന് രേഖച്ചിനെ പറഞ്ഞു വിടാതെ ഒരു സമാധാനവും ഇല്ലേ? അത് പിന്നെ സമാധാനം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഏതായാലും രാധികാമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ, രാധികാമ്മയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പോയത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല, ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അല്ല, രാധികാമ്മ എങ്ങനെ അറിഞ്ഞേ എൻ്റെ കൂടെ കണ്ണേട്ടൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന്? അത് പിന്നെ ഞാൻ പറഞ്ഞു. അല്ല, അതിന് പിന്നെ അക്കയോട് ആരാ പറഞ്ഞത്? ആരും എന്നോട് പറഞ്ഞതല്ല, ഗീതു പാപ്പ ഫോണിലൂടെ പറഞ്ഞില്ലായിരുന്നോ?
ഗോവിന്ദൻ മാമനോട്? അത് ഞാൻ കേട്ടതാ. ഓ, എല്ലാം നശിപ്പിച്ചു. ദേ രേഖേച്ചി, എന്നെ ഒന്ന് പിടിച്ചോ, അല്ലെങ്കിൽ ദേ ഈ പെണ്ണുപിള്ളനെ അടിച്ച് ഞാനിന്ന് കൊല്ലും. അപ്പോൾ എല്ലാത്തിനും കാരണം ദേ നിങ്ങളാണല്ലേ. രേഖേച്ചി ഇവിടെ നിന്ന് എന്തായാലും ഒരു സ്ഥലത്തേക്കും പോകണ്ട, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഗീതു, എന്താ വിഷയം? അത് നീ ഒന്ന് തുറന്നു പറയും. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഞാൻ കണ്ണേട്ടനെ ഒന്ന് പോയി കാണട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഏതായാലും രേഖേച്ചി ഇവിടുന്ന് പോകണ്ട. ഏതായാലും അക്ക എൻ്റെ കൂടെ വാ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു കാര്യം സംസാരിക്കണം എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ കാഞ്ചനേനെ പൊക്കി തൂക്കിക്കൊണ്ട് നേരെ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഗീതു. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഓരോന്ന് ആലോചിക്കുകയാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. ഈ സമയത്ത് നമ്മുടെ കാഞ്ചനയെ കൊണ്ട് ഗീതു വന്നിട്ട് പറഞ്ഞു, ദേ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എന്ത് സംസാരിക്കാനാണ് നിനക്കുള്ളത്? ഞാനിപ്പം ടയേർഡാ, എനിക്കിപ്പോൾ ഒന്ന് കേൾക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പം, അത് കേട്ടേ പറ്റൂ. ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടു, ഇത്രയൊക്കെ ചെയ്തിട്ട് അത് ഫ്ലോപ്പായി പോകാൻ കാരണം ആരാണെന്നറിയാമോ? അതിൻ്റെ എല്ലാം ദേ ഇപ്പം കാഞ്ചന പറയും. അതെ, അമ്മ എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞതെന്നറിയാമോ? ഞാനും ഗോവിന്ദേട്ടനും അവിടെ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞത് ആര് കാരണമെന്നറിയാമോ? അതെ, ഈ നിൽക്കുന്ന കാഞ്ചന കാരണമാണ്. ഇവള അമ്മയോട് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോൾ എന്താ ഗീതു? അതിനൊരു കുഴപ്പമില്ലല്ലേ എൻ്റെ പൊന്നു ഗീതു. നീ ഇങ്ങനെ വളഞ്ഞ വഴിയൊന്നും ചിന്തിക്കരുതേ. വളഞ്ഞ വഴി ഞാനല്ല ചിന്തിക്കുന്നത്, വളഞ്ഞ വഴി ആരാ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊക്കെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അതൊന്നും ഇനി അടക്കി പിടിച്ച് കൊണ്ടു നടക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഇതൊക്കെ ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ കണ്ണേട്ട മനസ്സിലാക്കാൻ പോകുന്നത്? ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞപ്പം, ഗീതു, ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്, അത് നീ ആദ്യം മനസ്സിലാക്ക്. പിന്നെ നിന്നോട് കാണിച്ചത് വലിയ ചതി തന്നെയാണ്. ആ ചതിയിലെ ഒന്നാം പ്രതി ഞാനാ, അല്ലാതെ അതിന് വേറെ ആർക്കും പങ്കില്ല. ദേ നിന്റെ ദേഷ്യം അത് എന്നോട് മാത്രമേ വേണ്ടത്. ഞാനാ സത്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നിന്നെ തള്ളിവിട്ടത്. അതുകൊണ്ട് ഞാൻ പറയുക, ദേ നിന്റെ ദേഷ്യം എന്നെ തീർത്തോ. ഞാൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് നിന്റെ മാനത്തെ പോലും മാനിക്കാതെ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ ഒരു സ്ഥലത്ത് പോയി മാറി നിൽക്കുകയാണ് കേട്ടോ. ഗോവിന്ദനൊന്നും വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്, ഗോവിന്ദൻ പൊട്ടനാണെന്ന് കമൻറ്റിലൂടെയൊക്കെ പറയുന്ന പോലെ എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ നമ്മുടെ ഗീതു അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല, ഈ ജീവിത കഥയിലെ കണ്ണേട്ടൻ നായകനാണോ അതോ വില്ലന്മാരാണോ? അല്ല, ഈ സീനൊക്കെ മിക്കവാറും നായകന്മാർക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് ത്യാഗമല്ല, ഇതേ ഒരു തരം മാനസിക അടിമത്വമാണ്. അതുവരെ ഞാൻ പരിഹസിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തിക്കൊണ്ടേയിരിക്കും. അത് പിന്നെ എൻ്റെ ഗീതു, ഇതെല്ലാം തുടങ്ങി വെച്ചത് ഞാനാ. ദേ ഇത് ബന്ധങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് നിർത്താമെന്ന് ഞാനും നിന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. രക്തബന്ധം ഇല്ലാത്തൊരമ്മയും മോനുമാണ് ഞാനും രാധികാമ്മയും, അത് നിനക്കറിയാലോ. എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിച്ചും വെട്ടിച്ചും ചൂത് കളിച്ചുമൊക്കെ ഇല്ലാതാക്കിയ ആരാ? അത് നിൻ്റെ അച്ഛന്, അത് നിനക്കറിയാലോ. കാര്യസ്ഥനായിട്ട് കൂടെ നിന്ന് പതിയെ എൻ്റെ അച്ഛനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാ ഞങ്ങളുടെ കുടുംബം. ആ അവസ്ഥയിൽ എൻ്റെ കൈ പിടിച്ചത് രാധികാമ്മയാ. അന്ന് ആരുമില്ലായിരുന്നു എനിക്ക്. എൻ്റെ തോളിൽ കൈ പിടിച്ച് എന്നെ കൊണ്ടുപോകാൻ ആകെ ഉണ്ടായിരുന്നത് ആ രാധികാമ്മയാണ്. ആ അമ്മ എനിക്ക് രക്തബന്ധത്തെക്കാൾ വലുത് തന്നെയാണ് ഗീതു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അച്ഛൻ മരിച്ച ശേഷം ഇനി ഒരിക്കലും ഒരു അതിജീവനം ഉണ്ടാവില്ല എന്ന് കരുതിയൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതിൽ നിന്നൊക്കെ അതിജീവിച്ചു വന്നു ഞാൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 16 വയസ്സുകാരന് ചെയ്യാൻ പറ്റുന്നതിലേറെ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നീ ശത്രുസ്ഥാനത്ത് കാണുന്ന രാധികാമ്മയുടെ മാനസിക പിന്തുണയായിരുന്നു എൻ്റെ പിടിബലം എന്ന് പറയുന്നത്. എന്നെ ജീവൻ നിലനിർത്തിച്ച ആ ഒരു പിടിബലം, അത് അതായിരുന്നു. പിന്നെ പ്രിയയുടെ ചിരികളികളൊക്കെ ആയിരുന്നു എൻ്റെ പ്രചോദനം. പിന്നെ ഗോവിന്ദനെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരിഹാസമൊക്കെ ഞാൻ പിടിച്ചു നിർത്തി. അന്ന് ആരോടും ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ വാശി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് ആ വാശി എൻ്റെ മനസ്സിൽ നിറച്ച് അതുകൊണ്ട് മാത്രമാണ് AGM എന്ന സ്ഥാനത്തിൻ്റെ അധികാരിയായി ഞാൻ വളർന്നത്. ആ വളർത്തിയെടുത്ത രാധികാമ്മേനെ ഞാൻ മറക്കണോ? ഞാൻ എൻ്റെ മനസ്സിൽ വിളക്ക് കൊളുത്തി സ്വീകരിച്ച എൻ്റെ അമ്മ, ആ അമ്മയെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല.
ആ അമ്മയെ എനിക്ക് തള്ളി പറയാൻ പറ്റില്ല ഗീതു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ രാധികാമ്മയ്ക്ക് പറ്റിയ തെറ്റുകൾ ആ ഫോണിലൂടെ എന്നോട് വിളിച്ചു പറഞ്ഞ ആ ഒരു എന്താ പറയുക, ആ ഒരു കുറ്റസമ്മതം ഉണ്ടല്ലോ, അതൊക്കെ എനിക്കറിയില്ല. അതൊക്കെ എത്രത്തോളം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു, കണ്ണേട്ടന് പഴയ രാധികാമ്മേനെ അറിയായിരിക്കാം, പക്ഷേ എനിക്ക് പഴയ രാധികാമ്മേനെ അറിയില്ല. പുതിയ രാധികാമ്മേനെ മാത്രമേ എനിക്കറിയാവുള്ളൂ. സ്വന്തം രക്തത്തെ മാത്രം സ്നേഹിക്കുന്ന പുതിയ രാധികാമ്മയെ. അതൊക്കെ നിന്റെ തോന്നല. സ്വന്തം രക്തത്തെക്കാൾ കൂടുതൽ രാധികാമ്മയെ എന്നെയാണ് ഗീതു സ്നേഹിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അതാര് തിരുത്താൻ ശ്രമിച്ചാലും ചിലപ്പം ഞാനത് കേട്ടിരുന്നെന്ന് വരില്ല. അതുകൊണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വയ്യ. നീ കാരണം എൻ്റെ പഴയ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പുറത്ത് വന്ന് ഗീതു. അതൊക്കെ ഒന്ന് ഇനി മാറ്റണമെങ്കിലേ ഇന്നൊന്നടിക്കണം, എനിക്ക് അടിച്ചേ പറ്റൂ. ഇനി നീ എതിര് പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. മദ്യപിക്കാൻ ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ബലമായിട്ട് പോകാനേ നോക്കിയാൽ ഞാൻ തടയൂട്ടോ. തടയും, നീ തടയും. ഇനിയിപ്പോൾ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ 2 പെഗ് ഇവിടെ ഇരുന്ന് കഴിച്ചോ. ആണോ? ഓക്കെ, എങ്കിൽ സെറ്റ്, ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. ഒരു ഉത്തമ ഭാര്യ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രാട്ടോ ഈ ഗീത് സമ്മതിച്ചേക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ ഗീത് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അങ്ങ് പോയിട്ടോ. ഏതായാലും ഗോവിന്ദൻ ചെറിയൊരു സന്തോഷത്തോടു കൂടിയൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭദ്രനാണ്. ഭദ്രൻ ഒരു ഫോണൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടേക്ക് നമ്മുടെ പ്രിയ ചെന്നിട്ട് പറഞ്ഞു, അച്ഛ, അമ്മ രാവിലെ ഇവിടെ നിന്ന് പോയതാ, ഒരു വിവരം ഇല്ല കേട്ടോ. അച്ഛൻ വിളിച്ചിരുന്നോ? ഞാനെന്തിനാ അവളെ വിളിക്കണം? അവൾ വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ. അതല്ലേ വേണ്ടത്, അതല്ലേ നല്ലത്. അതെ അച്ഛ, അടുക്കള ജോലി മുഴുവനും ബാക്കി കിടക്കുക. അമ്മ വരാൻ വൈകിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ അത് ചെയ്യേണ്ടി വരും. ഓഹോ, അപ്പോൾ അതാണോ നിന്റെ തീരുമാനം? ആണെങ്കിൽ എന്തെങ്കിലും അച്ഛൻ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ഞാൻ വിലാസിനീനെ വിളിച്ച് നോക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് വിലാസിനീനെ വിളിക്കുകയാണ്. ഏതായാലും വിലാസിനെയും വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ വീട്ടുമുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുക. ആ കാറിൽ വേറെ ആരും അല്ല, നമ്മുടെ വിലാസിനിയാണ് കേട്ടോ. വിലാസിനിയുടെ വരവ് കണ്ടപ്പോഴത്തേക്കും ഇവളെന്താ കാറിലോ? ഇവളെന്താ ഇപ്പം കാറിൽ വരുന്നത്? നോക്കിയപ്പോഴത്തേക്ക് കയ്യിൽ ഒരു കെട്ട് പൈസ ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഭദ്രൻ, ഇവളെന്താ പണക്കാരിയായോ? ഇവക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടി? അങ്ങനെ നമ്മുടെ വിലാസിനി അകത്തേക്ക് മാസ് എൻട്രിയോട് കൂടി കയറി വന്നിട്ട്, ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ പോയാൽ മതി. എന്താടി സത്യം പറ വിലാസിനി, നിനക്ക് എവിടെ നടി കാശ് കിട്ടിയത്? നിങ്ങൾക്ക് കാശ് കിട്ടിയ കാര്യം വല്ലതും എന്നോട് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതെന്തിനാന്ന് നിങ്ങളെന്തിനാ അറിയുന്നത്? നിങ്ങളും അറിയണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വിനോദ് പറഞ്ഞു, അമ്മ ബാങ്ക് കൊള്ളയടിച്ചിട്ട് വന്നാന്ന് എനിക്ക് തോന്നുന്നത്. അതേടാ, ഒരു വലിയ ബാങ്കിൽ നിന്നാ ഞാൻ ഈ കാശെടുത്തത്. ആ ബാങ്കിൽ നിന്നേ കൊള്ളയടിച്ചതല്ല. ആ ബാങ്കിലെ ലോക്കറ് എൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു തന്നിട്ട് കാശെടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തു. അപ്പം അതേതാ വിലാസിനി ആ ബാങ്ക്? അതെ, ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ പാടില്ലെന്നാ എൻ്റെ ബാങ്ക് എന്നോട് പറഞ്ഞത്. അതും കൊണ്ട് ഞാൻ പറയില്ല. അതെ, റിസൾട്ട് വരുന്നത് വരെ എനിക്ക് റെസ്റ്റ് വേണം. അതുകൊണ്ട് വഴിയിൽ നിന്ന് അങ്ങ് മാറിക്കേ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയയെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയോടും പറഞ്ഞു, എൻ്റെ പൊന്നു വച്ച ഒന്ന് മാറു വച്ച എന്ന് പറഞ്ഞിട്ട് പ്രിയനെ അങ്ങ് തള്ളു മാറ്റിയിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ഭദ്രൻ, വിലാസിനി ഏത് ബാങ്കാന്ന് പറഞ്ഞിട്ട് വിലാസിനി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പ്രിയ, അമ്മ ആരെയോ കളിപ്പിച്ച് പൈസ ഉണ്ടാക്കിയതാ, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വിനോദം പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്, ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് പുറകെ പോയി. ഭദ്രനാണെങ്കിൽ ആ പൈസ ഇനിയിപ്പം എങ്ങനെയാ കിട്ടും, എങ്ങനെയാ പൈസ തട്ടിയെടുക്കണം എന്ന ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണ്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ രേഖേനെയാണ്. രേഖ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗസ്റ്റ് ഹൗസിലാണല്ലോ ഉള്ളത് നമ്മുടെ വരുണ്. അങ്ങനെ വരുണിനോട് പറഞ്ഞു, അതെ വരുണേട്ടാ, ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, ഞാൻ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു. എന്താ ഇപ്പം നീ വിളിച്ചത്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തിനാ വിളിച്ചതെന്ന് പറ. അതെ, എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ, പിന്നെ എന്താ വരുണേട്ടൻ ഇങ്ങോട്ട് വരാത്തത്? വരുണേട്ടൻ ഇങ്ങോട്ട് വരാൻ യാതൊരു തടസ്സവും ഇല്ലെന്നാണല്ലോ രാധികാമ്മ പറഞ്ഞത്. പിന്നെ എന്താ പ്രശ്നം? വേഗം വാ വരുണേട്ടാ. എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. എന്താ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഏതായാലും നമ്മുടെ സുവർണ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേഖ പറഞ്ഞു, പ്ലീസ് വരുണേട്ടാ, ബാ ഇങ്ങോട്ട്. ഞാൻ അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആ ദുർമുഖം കാണട്ടെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സുവർണ അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, വരുണേട്ടാ അവിടെ ആരോ ഉള്ളത്? സുവർണയാണോ എന്നിങ്ങനെ ചോദിച്ചു. അതെ, എൻ്റെ കൂടെ പലരും കാണും എന്ന് പറഞ്ഞപ്പോൾ സുവർണ പറഞ്ഞു, വരുണേ ഞാനാണെന്ന് പറ വരുൺ സാറേ എന്ന് പറഞ്ഞു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ രേഖേ,
ഞാൻ അങ്ങോട്ട് വന്നാൽ നിൻ്റെ കൂടെ ജീവിക്കണ്ടേ, ഇവിടെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം വീണ്ടും നമ്മുടെ സുവർണ്ണ ചിരിക്കുന്നു. ആ ചിരിക്കുന്ന ഇത് ഫോണിൽ കൂടെ രേഖ കേൾക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും രേഖയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, രേഖ ഫോൺ കട്ട് ചെയ്തു. ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയുന്ന കാര്യമില്ല, രേഖ വേഗം ഫോൺ കട്ടാക്കി. അപ്പോഴേക്കും നമ്മുടെ ഗീതു വന്നിട്ട് ചോദിച്ചു, ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കണത്, എന്താ പറ്റിയത്? അത് പിന്നെ ഗീതു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പം ഗീതു ചോദിച്ചു, എന്താ ചേച്ചി പറ്റിയത്, എന്താ രേഖച്ചിക്ക് പറ്റിയത്? അങ്ങനെ നമ്മുടെ രേഖ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയാം, രേഖയേച്ചി തന്നെയാണ് വരുണേട്ടന് വളം വെച്ച് കൊടുക്കുന്നത്, ഈ കാര്യം ഗോവിന്ദേട്ടന് പറയണം. വേണ്ട മോളെ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലൊരു ഭർത്താവിനെ എന്തിനാ രേഖയേച്ചിക്ക്, അതിൻ്റെ കാര്യമുണ്ടോ? അതിൻ്റെ കാര്യം, അതെ, നീ എങ്ങനെയാ ഈ വീട്ടിൽ വന്നതും നിൽക്കുന്നതും ഒക്കെ? നീ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും വരുണേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. അതും ആ ഒരു ലേബൽ എനിക്ക് വേണം, അതെനിക്ക് വേണം ഗീതു, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നു. ഏതായാലും ആ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ ഗീതു ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പോവുകയാണ്. സുവർണയുടെ ചെകിട് നോക്കി നമ്മുടെ രേഖ ഒരെണ്ണം കൊടുക്കും. അത് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.